ഇപ്പോൾ നിൽക്കുന്നത് ചീക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലാണ്. ഇവിടെ എല്ലാവരും ആവേശഭരിതരായാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന ഒരു ഇലക്ഷൻ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അല്പസമയത്തിന് ശേഷം ഇതിന്റെ ഫലപ്രഖ്യാപനം നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് എത്രത്തോളം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. വരൂ, പറയൂ, താങ്കളുടെ പേരെന്താണ്? മുഹമ്മദ് നിഹാൽ. താങ്കൾ ഏത് ചിത്രത്തിലാണ് മത്സരിക്കുന്നത്? താങ്കൾക്ക് എത്രയോളം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? ഏകദേശം 100-150 വോട്ടുകളായി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. താങ്ക് യു. മുഹമ്മദ് റയാൻ. താങ്കൾ ഏത് ചിത്രത്തിലാണ് മത്സരിക്കുന്നത്? താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ സ്കൂളിന് വേണ്ടി നടത്തി കൊടുക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒരു പരിപാടികൾക്ക് ഇവിടെ ഓഡിറ്റോറിയം ഇല്ല എന്ന്. അത് ഞാൻ PTA അംഗങ്ങളോടും മറ്റു അധ്യാപകരോടും പറഞ്ഞ് അത് നടപ്പിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്കൾ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? താങ്കൾക്ക് എത്രത്തോളം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? ഒരു 200-210 വോട്ടിന് വിജയിക്കും. താങ്ക് യു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെപ്യൂട്ടി സ്ഥാനത്ത് മത്സരിക്കുന്ന ലീഡർമാരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പറയൂ, താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ജിയാഫ. താങ്കൾ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? ഞാൻ ജീപ്പിന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമായ ഡിസിപ്ലിനെ കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് ഈ സ്കൂളിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? മാഡം, അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്കിടെ ക്ലാസ് ലീഡർമാരെ കൂട്ടി ഒരു ചർച്ച കൂടുകയും അതിലൂടെ തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കും ആ ക്ലാസ്സിലെ ആരാണോ ഏറ്റവും കൂടുതൽ അച്ചടക്കരഹിതമായി പ്രവർത്തിക്കുന്നതെന്ന് അവർക്കെതിരെ ടീച്ചർ അധ്യാപകരോട് പറഞ്ഞ് നടപടി അവർ സ്വീകരിക്കുകയും ചെയ്യും. താങ്ക് യു. താങ്കൾ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ നിങ്ങൾക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുന്നത്? ഓരോ ക്ലാസ്സിലെ ലീഡർമാരെ കണ്ടെത്തിയ ആ ക്ലാസ്സിൽ മലിനീകരണമായി യൂസ് ചെയ്യുന്നവരെ അതാത് ടീച്ചറെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. താങ്ക് യു. പറയൂ, താങ്കളുടെ പേരെന്താണ്? താങ്കൾ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? കന്നഡ. താങ്കൾക്ക് എത്രത്തോളം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? 150. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത സ്ഥാനാർത്ഥിയോട് ചോദിക്കാം. താങ്കളുടെ പേരെന്താണ്? താങ്കൾ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? താങ്കൾക്ക് എത്രത്തോളം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്? 180 ആ ഇതിലൊക്കെയാണ് എനിക്ക് വിജയിക്കുന്നുള്ള ഇത്. ഓക്കെ, താങ്ക് യു. ഇവിടെ എല്ലാവരും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വോട്ടേഴ്സിനോട് ചോദിക്കാം. ഞങ്ങളുടെ ജീപ്പ് ഉറപ്പായി ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 99% ഉറപ്പാണ്. താങ്ക് യു. താങ്കൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഏത് ചിഹ്നം? 100% ഉറപ്പാണ് കന്നഡ. ഞങ്ങളുടെ ചിഹ്നം കന്നഡ. 100% ഉറപ്പാണ് കന്നഡ ജയിക്കും. താങ്ക് യു. ഞങ്ങൾ ജയിക്കും. ഞങ്ങൾക്ക് 90% ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ തന്നെ ജയിക്കും. താങ്ക് യു. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം. വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.